തരുന്ന നമ്മളുടെ ഗുരുവാണ് അസീം സാറ്. കാരണം ഇന്ന് ഇതിലുള്ള ആളുകൾ ഒരു ബ്ലോക്ക് ചെയിനും അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. കാരണം ഞാൻ ആദ്യമായി കേൾക്കുന്ന ഈ ഇത്തരം വാക്കുകളൊക്കെ അസീംകാട് കയ്യിൽ നിന്ന് കിട്ടിയ വാക്കുകളാണ്, അദ്ദേഹത്തിന്റെ അറിവുകളിൽ നിന്ന് കിട്ടിയ വാക്കുകളാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു, നമ്മൾ പഠിച്ചു കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ആളുകളും അതുപോലെ തന്നെയാണ്. അപ്പൊ അത്രയും ഈ ഒരു എംപവറിന്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ അസീം സാർ തന്നെയാണ്. എന്തായാലും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി വളരെ ആദരവോടുകൂടി തന്നെ ഞാൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും ഞാൻ ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ ഇരിക്കാം. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് വരുന്ന ആ ഒരു 30 മിനിറ്റ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം അസീം സാർ. താങ്ക് യു ഷൈന മാഡം. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ്. വെരി ഗുഡ് ഈവനിങ് എംപവർ ഫാമിലി. എന്തായാലും എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മള് വളരെ ഗംഭീരമായിട്ട് NDOP-കൾ എല്ലാ ആഴ്ചകളും നടന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ NDOP അല്ലെങ്കിൽ NDOP-യെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം അതാണ് ഇന്നൊരു ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഏതായാലും ഒരുപാട് പേരുണ്ട്, 254ഓളം പേരുകൾ ഇന്നത്തെ ഈ സമയത്ത് സെഷനിൽ കയറിയിട്ടുണ്ട്. എന്നെ അറിയാത്തവരെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര് അസീം എന്നാണ്, കാലിക്കറ്റാണ് സ്വദേശം. കഴിഞ്ഞ 2021 മുതൽ എംപവർ ഫാമിലിന്റെ ഭാഗമായിട്ട് നിന്ന് പോകുന്നു. നേരത്തെ ഒരു പ്രവാസിയായിരുന്നു. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സാലറിയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറിയിലേക്ക് അല്ലെങ്കിൽ ഒരു പാക്കേജിലേക്ക് മാറണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് മാറണം എന്നുള്ളൊരു പ്ലാനിന്റെ ഇടയിൽ നിന്നാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു ഫാമിലിന്റെ ഭാഗമാകാൻ പറ്റിയത്. അത് ഞാൻ വളരെ ട്രസ്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ വളരെ ട്രസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഒന്നാണ് എംപവർ ഫാമിലി എന്ന് പറയുന്നത്, എംപവർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ. സോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ പറ്റി, നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഏതായാലും എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് ആണ്. ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാൻ എന്നെ പുഷ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എപ്പോഴും പല ആളുകളും പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പം എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഒരു 2 to 3 വീക്സ് ഒക്കെ, അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തുടക്കം മുതലേ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്തതോ അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ച രീതിയിൽ ഫെയിലർ വന്ന ആളുകൾ. അപ്പൊ അവര് എങ്ങനെയാണ് ശ്രമിച്ചത്, ഏത് രീതിയിലാണ്, എന്താണ് അവര് എടുത്ത സ്റ്റെപ്പുകൾ എന്നൊക്കെ ഞാൻ അവരോട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണലി ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ച കാര്യമാണ്. ഇത് ശരിക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിഷയമാണ് പ്രോസ്പെക്ടിങ്ങിൽ ഉള്ള എററുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസാരത്തിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, കുറെ ആളുകളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷന്റെ പുറത്താണ്, പ്രത്യേകിച്ചും ലാസ്റ്റ് ഒരു 20 ഡേയ്സ് ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫിസിക്കലി അല്ല ഡിജിറ്റലി ഈ പറഞ്ഞ പോലെ ആളുകളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായതാണ് പല ആളുകളും തണുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സക്സസ് റേറ്റ് കിട്ടുന്നില്ല, ക്ലോസിങ് നടക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തീരുമാനിച്ചതാണ് എന്തായാലും പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സെഷൻ ഒന്ന് എടുക്കണം എന്നുള്ളത്. ഇത് എത്ര പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സമയം പറ്റാവുന്ന ഒരു മാക്സിമം അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം, ആവശ്യമുള്ള ആളുകൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ഉപകാരപ്പെടണം എന്ന് വിചാരിക്കുന്നു, പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാനോട് സ്ക്രീൻ ഓൺ ആണല്ലോ അല്ലേ? ഓക്കെ. സോ പറഞ്ഞു, നമുക്ക് പ്രോസ്പെക്റ്റിങ്ങിനെ കുറിച്ചാണ്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വേർഡ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ബിസിനസ് മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് അതൊരു നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ആളുകളെ കണക്ട് ചെയ്യുന്ന രീതിയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന അതേ ബിസിനസ് അത് യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് മറ്റൊരാളിലേക്കാണ് ഈ ഒരു ബിസിനസ് ഷെയർ ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെ തരണം ചെയ്യുക എന്നുള്ളതാണ്.
അപ്പം അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കും. ഇവിടെ എന്തായാലും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളല്ല, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിലൂടെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു ബിസിനസിന്റെ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അത് ഏത് രീതിയിലേക്കാണ് ഇതിന്റെ റോഡ് മാപ്പായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ബേസിക്കലി പ്രോസ്പെക്ടിങ്ങിനെ കുറിച്ച് പറയുമ്പം അതിന്റെ കൂടെ പറയേണ്ട കാര്യങ്ങളാണ് നോ യുവർ പ്രോഡക്റ്റ്. എന്താണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നത്, നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ് ആക്ച്വലി എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഉള്ള കാര്യമാണ് ചൂസ് യുവർ പ്രോസ്പെക്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോസ്പെക്ട്, നമ്മൾ ആരിലേക്കാണോ ഇത് കൊടുക്കുന്നത് അത് റൈറ്റ് പേഴ്സൺ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സോ പ്രോസ്പെക്ടിങ്ങിന്റെ കണക്റ്റിംഗ് ഭാഗമാണ് നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു സാധനത്തെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ നമ്മൾ ഒരാളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണറായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരാളെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനോ അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് അതെന്താണെന്നുള്ള ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോഹോ നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അറിവ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അത് ആരിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ആർക്കാണ് നമ്മൾ ഇത് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആരിലൂടെ ഡെലിവറി ചെയ്താലാണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുക എന്നുള്ളതും കൂടെ. അതാണ് ചൂസ് യുവർ പ്രോസ്പെക്ട് എന്ന് പറയുന്നത്. റൈറ്റ്. ഇതിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട് ഒത്തിരി പേര്. പ്രത്യേകിച്ചും പുതിയ ആളുകൾ. നേരത്തെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എംപവർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം അവർക്കെല്ലാം റെസ്പെക്റ്റും ട്രസ്റ്റും അത്ര തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കുന്ന ഒരു കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും, എടുക്കുന്ന തീരുമാനങ്ങളും ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളും അതിൽ കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി. കാരണം ഇത് അറിയാതെ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രോസ്പെക്റ്റിനോടും കൂടി ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ അവരാരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള വലിയ ധാരണ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ എംപവർ എന്താണ്? ബേസിക്കലി ഹൂ ആർ വി? നമ്മൾ എന്ന് പറയുന്ന ഈ ഫാമിലി എന്താണ്? കഴിഞ്ഞ 5.5 വർഷമായിട്ട്, അതായത് 2020 ജൂൺ മുതൽ ഫോർസാജ് എത്തേറിയം മുതൽ ഒരു സെറ്റ് ഓഫ് പ്രോജക്റ്റ് ആയിരുന്നു ഫോർസാജ് എത്തേറിയം, ഫോർസാജ് ട്രോൺ, ഫോർസാജ് BUSD, ദെൻ മെറ്റാഫോഴ്സ് എന്ന് പറയുന്നത്. ഡയൽ ചെയ്ത പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിൽബിറ്റ്. റൈറ്റ്. മെറ്റാവേൽ. വെയിൽബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CS-ന്റെ ഫുൾ നെയിം ആണ്. സോ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് മുന്നോട്ട് വന്ന കഴിഞ്ഞ കാലങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ ഒരു കമ്മ്യൂണിറ്റി എന്താണ് ഡെലിവറി ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഫാമിലിക്ക് എന്ത് ഗുണമാണ് ഈ ഒരു എംപവർ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എംപവർ ഫാമിലിയുടെ ഭാഗമായി നിന്നത് കൊണ്ട് എന്താണ് ഉണ്ടായിരിക്കുന്നത്? നമുക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ഒരു ഇത്രയും വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൃത്യമായ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. നമ്മൾ ചെയ്ത പ്രോജക്റ്റ് എവിടെയെങ്കിലും ഒരു ഫെയിലർ ആയിട്ട് ഇല്ല എന്ന് നമുക്ക് അടിവരയിട്ടിട്ട് പറയാൻ പറ്റും. നമുക്കറിയാം MTFE, ടൈറ്റാൻ ക്യാപിറ്റൽ, ഹൈറിച്ച് പോലെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ മാർക്കറ്റിൽ ഫെയിൽ ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിലും ക്രിപ്റ്റോ ബേസ്ഡ് ആണെങ്കിലും. ഒന്നിലും പെടാതെ, അല്ലെങ്കിൽ സ്കാം എന്ന് പറയുന്ന ഒരു റൂട്ടിലേക്ക് ടച്ച് ചെയ്യാതെ കൃത്യമായിട്ട് പോകുന്ന ആ ഒരു സിസ്റ്റം, ആ ട്രസ്റ്റ് കൊടുത്ത് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഫാമിലിയുടെ കൂടെ ഫാമിലി പറയുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എംപവർ എന്താണോ ഡയറക്ഷൻ തരുന്നത് ആ ഡയറക്ഷൻ എടുത്തു പോയ ആളുകൾക്ക് കഴിഞ്ഞ 4.5 വർഷം ആയിട്ട് മെറ്റാഫോഴ്സ് അടക്കമുള്ള ആ കൺസെപ്റ്റുകൾ ചെയ്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ട്രാക്ക് ചെയ്ത് പോയ ആളുകൾക്ക് എംപവർ ഫാമിലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ട് അത് വളരെ വലുതാണ്. നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് വി ഡു? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇന്ന് പറയുന്ന വെയിൽബിറ്റ് ആണെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന കോയിൻഫോർജിന്റെ കോയിൻ ആണെങ്കിലും ഇതെല്ലാം മാർക്കറ്റിലേക്ക്
ആദ്യം മെറ്റാഫോഴ്സിന്റെ കോയിൻ എടുക്കുകയാണെങ്കിൽ മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന കോയിൻ MFS മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി, കമ്മ്യൂണിറ്റി ബിൽഡപ്പിന്റെ ഭാഗമായി അതിൽ നിന്നുമൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു ബോൺ എന്ന് പറയുന്നത് ഒരു ഒരു സെറ്റ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്, ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. നല്ല കമ്മ്യൂണിറ്റി ബാക്കപ്പ് ഉള്ള ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ സ്റ്റേൺ ആയിട്ട് നിൽക്കും. 100% ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ ആ ക്രിപ്റ്റോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ മെജോറിറ്റി ആളുകൾ ആ ഒരു പ്രോജക്റ്റിന്റെ എല്ലാ സിസ്റ്റത്തെയും മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കുന്നത് കൊണ്ട് ആ ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുമ്പം അതിന്റെ യൂട്ടിലിറ്റിയിലേക്ക് അത് പോകുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൃത്യമായിരിക്കും. അപ്പം അത് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാവും. നമുക്കറിയാം CES ഏത് രീതിയിലാണ് ബിൽഡ് ആയിരിക്കുന്നത്, CES നമുക്ക് എത്ര കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏണിങ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഏതൊക്കെ എത്രത്തോളം നമുക്ക് ഡായ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം അസറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർ ആകുന്ന രീതിയിലോ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്കും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ കാരണം എംപവർ ഫാമിലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ തന്നെയാണ്. ഇതേ എംപവർ ഫാമിലി എടുത്ത തീരുമാനമാണ്, ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കോയിൻഫോർജ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രോജക്റ്റും കൂടി ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ആ കോയിൻഫോർജ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലും ഇതുപോലുള്ള റോഡ് മാപ്പ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് കേട്ട് ചെയ്ത ആളുകൾക്ക് സെക്യൂർ ആയിട്ട് അസറ്റുകൾ ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് അവർക്ക് ഒരു ഫിനാൻഷ്യലി ഒരു കൃത്യമായ ബാക്കപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഒരു ബാക്കപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ വീണ്ടും അടുത്ത ഒരു സെക്കൻഡ് ആയിട്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഈ കോയിൻഫോർജിന്റെ കോയിൻ വരുന്ന സമയത്ത് അതിന് മുമ്പ് നടക്കുന്ന നേരത്തെ മെറ്റാഫോഴ്സിൽ നടന്ന പോലെ തന്നെയുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ്, ആ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് തന്നെയാണ് ഇപ്പൊ കോയിൻഫോർജിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി ബിൽഡപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി ടോക്കണും ഇതിന്റെ യൂട്ടിലിറ്റി ആയിട്ട് വരുന്ന ഈ കോയിൻഫോർജിന്റെ കോയിൻ വരുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റിയും അതിന്റെ പെർഫെക്റ്റ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ ഗൈഡൻസ് പല ആളുകളും പുറംകാലോട്ട് തട്ടി മാറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ വെയിറ്റ് ചെയ്യാണ് കോയിൻഫോർജ് കളക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോർജ് കോയിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കറിയാം അത് കൃത്യമാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം കൃത്യമാണ്, അത് ട്രസ്റ്റഡ് ആണ്. ആൻഡ് മോർ ഓവർ നേരത്തെ ചെയ്ത പ്രോഗ്രാമും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമും നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് അത് ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്. അവിടെ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇതിലൊരു മാറ്റത്തിരുത്തലുകൾ വരില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന രീതിയും നമുക്ക് ഡെവലപ്മെന്റ് സൈഡിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റും വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ട്രസ്റ്റ് കൺഫേം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഒരാളോട് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ നിൽക്കുന്ന എംപവർ ഫാമിലിയിലേക്ക് ഒരാളെ കൂട്ടിച്ചേർക്കുമ്പോൾ, ഈ ഒരു എംപവർ ഫാമിലിയിലേക്ക് നമ്മൾ അവരെ ക്ഷണിക്കുമ്പോൾ, അവർ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാകുമ്പോൾ ഭാവിയിൽ അവർ എത്രത്തോളം സെക്യൂർ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റും. കാരണം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്, സ്ട്രോങ് കമ്മ്യൂണിറ്റി തന്നെയാണ് എംപവർ എന്ന് പറയുന്നത്. സോ അതിന്റെ നോഹം നമുക്ക് ഉണ്ടാകുക, നമ്മൾ അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് രൂപമെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പുതിയ ആളുകൾ, പഴയ ആളുകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക്. പഴയ ആളുകൾക്ക് എംപവർ എന്താണെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടാവും. കറക്റ്റ്. ദെൻ നമ്മളെ പ്രോഡക്റ്റ് എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോയിൻഫോർജ് ആണെങ്കിൽ കോയിൻഫോർജിന്റെ ലെവൽ 1 എന്ന് പറയുന്ന ആദ്യത്തെ ബേസിക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് $50. ലെവൽ 1 മാത്രം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് $50 മാത്രം മതി. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വാല്യൂ ആയിട്ടോ, അല്ലെങ്കിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ടോ, അല്ലെങ്കിൽ രണ്ടാമത്തെ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ കാണാൻ പറ്റുന്നത് $150. കാരണം $50 രണ്ടാമത്തെ ലെവലായ $100 ചേർന്നിരിക്കുന്ന $150 നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു മൂന്നാമത്തെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെവലുകൾ ചേരുമ്പോൾ 50 + 100 + 150 എന്ന് പറയുന്ന $300 വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ 4-മത്തെയും 5 വരെയും 6 വരെയും ലെവലുകളുടെ വാല്യൂ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 ഓപ്ഷൻ ഉള്ള ഒരു പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ 6 ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് കോയിൻഫോർജിന്റെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ പ്രോഡക്റ്റ് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് ആദ്യം അറിയണമെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഒരു സിസ്റ്റത്തില് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ആ പ്രോസ്പെക്റ്റിനോട് നമുക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ. പല ആളുകൾക്കും അറിയില്ല, ധാരണയില്ല ഇത് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ളതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇത് എന്താണ്, എന്തിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സോ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു. ഇത് കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ആവുന്ന സമയത്ത് എംപവർ നേരത്തെ ചെയ്ത കമ്മ്യൂണിറ്റിയുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും.
നിങ്ങൾക്ക് അവർക്ക് ധാരണ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഇന്ന് മെറ്റാഫോഴ്സിന് സ്ട്രോങ് ആയിട്ട് മെറ്റാവേലിന്റെ ഭാഗമായിട്ട് CS ഒരു കമ്മ്യൂണിറ്റി, ഒരു ഡിമാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ മറ്റൊരു കമ്മ്യൂണിറ്റി ഇന്ന് ഡെവലപ്പ് ആയി തുടങ്ങിയിരിക്കുന്നത് കോയിൻഫോർജ് ആണെന്നും അതിലൂടെ നാളെ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിംഗിലേക്ക് വരാൻ പോകുന്ന കോയിൻ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഈ ഗൈഡൻസ് പോകുന്നത് എന്നുള്ളതിനുള്ള ധാരണ കൊടുക്കുക. അതിനാണ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ടോക്കൺ എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ടോക്കന്റെ യൂട്ടിലിറ്റികൾ എന്താണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ ഇതിന്റെ റോഡ് മാപ്പ് എന്താന്നുള്ള ബേസിക് കൊടുക്കുക. ഇത് രണ്ട് രീതിയാണ്. ഒന്ന്, പ്രോസ്പെക്റ്റിലേക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കാം. ഒന്ന്, ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കലർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി ആണെങ്കിലും ടോക്കൺ ആണെങ്കിലും അതിന്റെ യൂട്ടിലിറ്റി ആണെങ്കിലും റോഡ് മാപ്പ് ആണെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ല എങ്കിൽ ഇതിന്റെ ടെക്നോളജി കേട്ട് ബേജാറായിട്ട് അവനെ മറ്റു വയ്ക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയെ കുറിച്ച് സീറോ നോളജ് ആണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രസ്റ്റ് ആണ്. ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് കിട്ടും, കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പോരും, ഇതിന്റെ ഡെവലപ്പർ അടുത്തേക്ക് പോകണ്ടെന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവേണ്ടത് ഇതിന്റെ ട്രസ്റ്റ് നമുക്ക് ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ഇത് പറയാൻ പറ്റും. അവിടെ രണ്ട് രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് ഇൻഡസ്ട്രിയെ കുറിച്ച് ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഒരു ബേസിക് ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ വൈറ്റ് പേപ്പർ കാണേണ്ടി വരും, അയാൾക്ക് ടോക്കണോമിക്സ് എന്താണെന്ന് അറിയേണ്ടി വരും, അത് എവിടെയൊക്കെ യൂട്ടിലിറ്റി എന്ന് അറിയേണ്ടി വരും, ഗെയിമിങ്ങിലേക്ക് എന്താ വരാൻ പോകുന്നതെന്ന് അറിയേണ്ടി വരും, ഇത് എവിടെയൊക്കെ രീതിയിലൊക്കെ ഇതിന്റെ യൂട്ടിലിറ്റി ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിയേണ്ടി വരും, ഈ ഒരു ക്രിപ്റ്റോന്റെ ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റിയുടെ പ്ലാൻ എന്താണെന്ന് അറിയേണ്ടി വരും, വൈറ്റ് പേപ്പറിൽ എത്രത്തോളം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്താണ് സാധ്യതകൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് അറിയൂല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കൂടെ ഒരാളെ കൊണ്ടുപോകുക എന്നുള്ളത് അവിടെ നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ നമ്മളവിടെ പോയിട്ട് കൺഫ്യൂസ്ഡ് ആവും, അവർക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളവിടെ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് വരേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയുക, ബേസ് മനസ്സിലാക്കി വെക്കുക, അത് നിർബന്ധമാണ്. ഈ കാര്യം മനസ്സിലാക്കാൻ ഒരു കാരണവശാലും നമ്മളെ എന്താ പറയാ ഏജോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലോ ഒന്നും ബാധകമല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമ്മളെ ഓരോ സെഷനുകളോ അല്ലെങ്കിൽ ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ലെവൽ 1 ട്രെയിനിങ്ങുകളോ 2 ഡേ ട്രെയിനിങ്ങുകൾ പോലുള്ള പ്രോഗ്രാമുകൾ 1-2 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ദെൻ അൺലോക്കിംഗ് യുവർ പൊട്ടൻഷ്യൽ. എന്താണ് അൺലോക്കിംഗ് പൊട്ടൻഷ്യൽ? നമ്മൾ എല്ലാവർക്കും ഇവിടെയാണ് മിസ്റ്റേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഇവിടെയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയത്. കാരണം നമ്മൾ എത്ര പേര് നമ്മളെ കയ്യിലുള്ള മൊബൈലുള്ള കോണ്ടാക്ട് അല്ലെങ്കിൽ മൊബൈൽ എഴുതാൻ മറന്നുപോയ കോണ്ടാക്ട് ആണെങ്കിലും നമ്മൾ ഓർമ്മയിലുള്ള കോണ്ടാക്റ്റുകളാണെങ്കിലും ആരാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ബിസിനസ്സിലേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്? എത്ര പേര് ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഈ പ്രോജക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പല മീറ്റിങ്ങുകളും ഞാൻ കേട്ടു, ഇൻവെസ്റ്റേഴ്സ് സ്ലൈറ്റ്ലി കൂടിയിരിക്കുന്നു കോൺഫോർജിലേക്ക്. കാരണം ആളുകൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഗ്ലോബൽ ഷെയറിന് മാത്രമാണ്. ഗ്ലോബൽ ഷെയർ ഒരു അഡീഷണൽ ഓപ്ഷൻ മാത്രമാണ്. കാരണം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അയാളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളും അയാളിലൂടെ നമുക്ക് മറ്റൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റിയിലേക്ക് അത് സ്ട്രെങ്ത് കൂടി വരുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത്. നമ്മൾ എന്തിനാണ് ഒരാളെ കയ്യിൽ കിടക്കുന്ന $1050 അല്ലെങ്കിൽ ഞാൻ പറയുന്നു, നമുക്കറിയാം ഇന്ന് നമ്മുടെ കയ്യിലുള്ള കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷേ 1 to 5% ആളുകൾ അവർ ഓൾറെഡി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് അവരുടെ കയ്യിലുള്ള കാശിനെ മാത്രമാണ്. അവരെ കൊണ്ട് ഐഡിയ അടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അവരെ കൊണ്ട് ഐഡിയ അടുപ്പിച്ചാൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40% കിട്ടും, നമുക്ക് 8% ലെവൽ ഇൻകം കിട്ടും, അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഷെയർ കിട്ടും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരിലൂടെ മറ്റൊരു പേഴ്സൺ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ആവാനുള്ള സാധ്യത 99% ഇല്ല. നമ്മൾ ബേസിക്കലി അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കയ്യിലുള്ള കോൺടാക്ട് എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക തന്നെ വേണം. നമ്മളെ മൊബൈൽ എടുത്തു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് റോൾ ഓൺ ചെയ്തു വന്നിരിക്കുന്ന കോൺടാക്ട് ലിസ്റ്റ് ആയിരിക്കും നമ്മളത്. ചില ആളുകളോട് എത്ര കോൺടാക്ട് ലിസ്റ്റ് ഉണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയാറുണ്ട്, എൻ്റെ അടുത്ത് ഒരു 50 പേരൊക്കെ കോൺടാക്ട്. ശരിയാണ്, ചില ആളുകൾ അത്ര കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ മൊബൈൽ കാണുള്ളൂ. എൻ്റെ എന്തായാലും 7000-ൽ കൂടുതൽ കോൺടാക്ട് ഉണ്ട്. കാരണം കഴിഞ്ഞ ഒരു 20 വർഷം മൊബൈൽ ഉപയോഗിച്ച കാലം മുതൽ അതിങ്ങനെ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന കോൺടാക്ട് ഉണ്ട്. പല ആളുകൾക്കും അതിലും കൂടുതൽ ആളുകൾ കോൺടാക്ട് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പല സമയങ്ങൾ പല സന്ദർഭങ്ങളിൽ പരിചയപ്പെട്ട ആളുകളുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ ലിസ്റ്റിൽ നമുക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട്.
നമ്മൾ അറിയുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ആ അറിയുന്ന ഒരുപാട് പേരിൽ 3 കാറ്റഗറി ആൾക്കാരുണ്ടാവും. ഒരു അപ്പർ ക്ലാസ് ലെവൽ ആളുകൾ എന്തായാലും കാണും അല്ലേ? അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫോക്കസ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ഐഡിയ അടിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മോഡിന് താല്പര്യമുള്ള ഒരാളാണ്, അയാൾക്ക് ഗ്ലോബൽ ഷെയർ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അയാൾ അത് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഐഡിയ അടുപ്പിക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രം മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഏറ്റവും ലോവസ്റ്റ് പെർസെൻറ്റേജ് മാർക്കറ്റിൽ നിൽക്കുന്ന ഈ അപ്പർ ലെവൽ ആളുകളിലേക്കാണ് നമ്മുടെ ഫോക്കസ്. ഒരു ആവശ്യമില്ലാതെ പോവുക. നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാറ്റഗറി ആണെന്ന് ഞാൻ പറയുള്ളൂ പേഴ്സണലി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ ഇതൊന്നും കാശ് ഇട്ടിട്ട് ജീവിക്കേണ്ടി വരില്ല. ചിലപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള ആളുകളുള്ളൂ, ഓൾറെഡി സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ അവരെ കയ്യിലുള്ള കാശ് പ്രത്യേകിച്ചും നെറ്റ്വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അതിനൊരു മിഡിൽ ക്ലാസ് നോക്കുകയാണെങ്കിൽ കുറെ കൂടി ഓക്കെ ആണ്. കാരണം അതും ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 15% 20% ആൾക്കാരുണ്ടാവുള്ളൂ. റിയാലിറ്റി പറയുകയാണെങ്കിൽ ലോവർ ക്ലാസ് അല്ലെങ്കിൽ നീഡി ആയിട്ടുള്ള ആളുകൾ അവരെ ലോവർ ക്ലാസ് കൊണ്ട് തരം താത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ സിറ്റുവേഷനിൽ ഒരാള് അയാളുടെ സാഹചര്യം കൊണ്ട് അയാൾക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റിയൽ പ്രോജക്റ്റ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ റിയൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിയൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ഓപ്ഷൻ സത്യസന്ധമായിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം കിട്ടുകയാണെങ്കിൽ അത് ചെയ്തു പോകണമെന്നും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്ത് പ്രോഡക്റ്റ് ഒരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് സെല് ചെയ്യാൻ കസ്റ്റമർ വേണം. ശരിയല്ലേ? നമ്മളൊരു സർവീസ് ആണ് ചെയ്യുന്നതെങ്കിലും അത് സെല് ചെയ്യാൻ കസ്റ്റമർ വേണം. നമ്മളൊരു ഷോപ്പ് തുറക്കുകയാണെങ്കിലും അത് സെല് ചെയ്യാൻ കസ്റ്റമർ വേണം. ഇത് നമ്മൾ ഓഫർ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ്. എന്ന് പറഞ്ഞാൽ കറന്റ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് അത് അറിയാത്ത ഒരാളെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന അവരുടെ നീഡ് എത്രത്തോളം സ്ട്രോങ് ആണോ, അവരുടെ ആവശ്യം എത്രത്തോളം സ്ട്രോങ് ആണോ, അവരുടെ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 100% നമുക്ക് അവരെ സപ്പോർട്ട് കൊടുത്തിട്ട് അവരിലൂടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ചെയ്യും. അവരിലൂടെ ഒരു കമ്മ്യൂണിറ്റിയെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. മേലുള്ള 2 കാറ്റഗറിക്കാരെ കൊണ്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പർ ക്ലാസ് എപ്പോഴും ലോവർ ആയി ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പർ ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പർ ക്ലാസ്സിലേക്ക് അപ്രോച്ച് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ സമയം പോകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനാവശ്യ ഡിമാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ പുറത്തോ നമ്മളോടുള്ള ഇഷ്ടത്തിന്റെ പുറത്തോ അവർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ട് നാളെ ഇതേപോലെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതേ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ നിന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ ബസാറിൽ ഇരുന്ന് നിൽക്കുന്ന സമയത്ത് പാസ് ചെയ്യുമ്പോഴോ കണ്ടു കഴിഞ്ഞാൽ എന്റെ കാശ് നീ കളഞ്ഞില്ലെന്ന് ചോദിക്കും. അതല്ലേ ഉണ്ടാവുക. കാരണം ഈ സിസ്റ്റം ആക്ച്വലി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് $50 മുതൽ നിലവിൽ 6ാമത്തെ ലെവൽ വരെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് $1050 വരെ സ്പെൻഡ് ചെയ്തിട്ട് ഇതിന്റെ ഭാഗമാവാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോസ്പെക്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഏർലി ആയിട്ട് പറയുകയാണത് എനിക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരാളുടെയും ബഡ്ജറ്റ് നമ്മൾ തീരുമാനിക്കരുത്. അത് അയാൾ തീരുമാനിക്കട്ടെ. അയാളുടെ ആവശ്യം എന്താണോ അതിനെ ബേസിട്ട് അയാൾ തീരുമാനിച്ചോളൂ. അയാൾക്ക് ഇത് ചെയ്തത് കൊണ്ട് എന്താണ് ഈ ഒരു സമയം കൊണ്ട് എത്ര ടൈം ഫ്രെയിം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ പറഞ്ഞ നീഡി ആയിട്ടുള്ള ലോവർ ക്ലാസ്സിലുള്ള എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് വിജയിച്ചേ പറ്റുള്ളൂ, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാണ്, ഫാമിലിയിൽ കല്യാണം വരികയാണ്, വീട് പണി കഴിഞ്ഞിട്ടില്ല, കുട്ടികളുടെ എഡ്യൂക്കേഷന്, ഇങ്ങനെയുള്ള ഒരുപാട് മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 9 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഏത് കാലം വരെ അവർ പോകും? അപ്പൊ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ റിസ്ക് അവർ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഗ്രോത്തും അതിന്റെ ഫിനാൻഷ്യൽ ഫ്രീഡവും അവർക്ക് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അവരിലേക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ കുറെ ഇൻവെസ്റ്റേഴ്സിലേക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുപോകുന്ന അത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾ തപ്പിത്തെരഞ്ഞിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലോവർ നമ്പർ ആയിട്ടുള്ള ഈ കാറ്റഗറിയിലേക്ക് ആളുകൾ ഫോക്കസ് കൊടുക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട്. കാരണം നീഡി ആയിട്ടുള്ള ആളുകൾ, ലോവർ ക്ലാസ്സിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹാർഡ് ഏൺ മണിയാണ്, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അവരതിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് തിരിച്ചെടുക്കണം എന്നുള്ള മാനസിക ആഗ്രഹം 100% അവർക്ക് ഉണ്ടാവും. കാരണം ആ ₹1 അവരുണ്ടാക്കിയ പെയിൻ അവർക്ക് അറിയുള്ളൂ. അപ്പം അവർ നിങ്ങളെ വിശ്വസിച്ചിട്ട്, നിങ്ങൾ കൊടുത്ത സിസ്റ്റം അനുസരിച്ചിട്ട്, എംപവറിനെ വിശ്വസിച്ചിട്ട്, നിങ്ങളുടെ ലീഡേഴ്സിനെ വിശ്വസിച്ചിട്ട്, നിങ്ങൾ പറയുന്ന ആളുകളെ വിശ്വസിച്ചിട്ട് ഈ ഒരു പ്രോജക്റ്റിനെ മനസ്സിലാക്കിയിട്ട് വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കയറി വരുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് കൈപൊക്കി കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കണം.
അവിടെ ഒരിക്കലും നമ്മൾ അവരെ കൂട്ടുപിടിച്ച് നമ്മളെ കൂടെ ഭാഗമാക്കിയിട്ട് ഇനി നിങ്ങൾ സൂമിൽ ഇരുന്നിട്ട് കേട്ടിട്ട് പഠിച്ചിട്ട് നല്ല ഇതൊന്ന് പറയൽ ഭയങ്കര ചീറ്റിംഗ് ആണ്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അവർക്ക് ഇനീഷ്യലി വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. ആദ്യം നടക്കാൻ പോകുന്ന എന്താ പറയാ ആ ആളുടെ ലൊക്കേഷനോ അല്ലെങ്കിൽ ആൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ലൊക്കേഷനിലോ നടക്കുന്ന BOP പ്രോഗ്രാമുകൾക്ക് NDOP പ്രോഗ്രാമുകൾക്ക് പങ്കെടുപ്പിക്കണം. അത് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. സോ ഇത് ഞാൻ ഈ ഒരു ക്ലാസിഫൈന്റെ സമയത്ത് പറയേണ്ട കാര്യങ്ങളല്ല, പക്ഷെ അത് പറഞ്ഞു എന്ന് മാത്രം. ഇതിന്റെ സമ്മറൈസ് ഇത്രയേ ഉള്ളൂ. ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് ഡോണ്ട് സെൽ ടു എവരിവൺ, സെൽ ടു ദ റൈറ്റ് പേഴ്സൺ. എല്ലാവർക്കും സെല്ല് ചെയ്തിട്ട് ഒരു കഥയില്ലാതാക്കിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് 40% നമുക്ക് കിട്ടുക എന്നുള്ളതിന്റെ അല്ല നമ്മുടെ ഫോക്കസ്. നമ്മുടെ ഫോക്കസ് ഇത് കൊടുക്കുന്നത് റൈറ്റ് പേഴ്സൺ ആവണം. അയാൾ അത് കമ്മ്യൂണിറ്റി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അയാളോടുള്ള കോണ്ടാക്റ്റുകളിലേക്കും അയാളുടെ കുടുംബത്തിലുള്ള ഈ നീഡി ആയിട്ടുള്ള ആവശ്യക്കാരിലേക്കും ഇത് എത്തിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആളുകളെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത്. അവരെയാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അവരെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ഇത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആവശ്യമുള്ള അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റും, അതിലൊരു തർക്കവും. കാരണം ഇതില് എന്താ പറയാ, ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണലി 40% റെഫറലിംഗും കിട്ടും, പൊസിഷൻ പ്രകാരം 8% ലെവലിംഗും കിട്ടും അല്ലേ. പ്ലസ് ഗ്ലോബൽ ഷെയർ. ഞാൻ എപ്പോഴും പറയുന്നത് ഗ്ലോബൽ ഷെയറിന്റെ ഫോക്കസ് കൊടുത്തിട്ട് ഒരാളെയും പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ നിൽക്കരുത് ഈ പ്രോജക്റ്റിലേക്ക്. ഗ്ലോബൽ ഷെയർ ഒരു പാർട്ടാണ് ഈ പ്രോജക്റ്റിന്റെ. അത് ടൈമിൽ കയറും ഇറങ്ങും വരും കൂടും കുറയും, അതൊക്കെ കമ്മ്യൂണിറ്റി പല സ്ഥലങ്ങളും ബിൽഡ് ആകുന്നതിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷെ അതായിരിക്കരുത് ഫോക്കസ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്ന, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ആളുകളിലേക്ക് വേണം ഈ പ്രോജക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ദെൻ ഫസ്റ്റ് ഇംപ്രഷൻ, അതൊരു ബെസ്റ്റ് ഇംപ്രഷൻ തന്നെ ആവണം. കാരണം അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞാൽ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇതേപോലെ ആളുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യും, അത് ഏത് ക്ലാസ് ഓഫ് ആളാവട്ടെ, നമ്മളെ കോലം കണ്ടാൽ അറിയാം ഇവൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു ഉറുപ്പ്യ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത്. നമുക്കറിയാം ഇതിന്റെ അകത്തുനിന്ന് എത്രത്തോളം കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. കാശ് ഉണ്ടാക്കുന്ന ആളുകൾ കാശ് ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തേണ്ട സിറ്റുവേഷൻ ആ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്തത്. ഞാൻ പക്ഷെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത്, ഡ്രസ് നീറ്റ്ലി ആൻഡ് പേഴ്സണലി, പ്രൊഫഷണലി, വളരെ പ്രൊഫഷണൽ ആയിട്ട്. ഞാൻ പറഞ്ഞത് സൂട്ടും കോട്ടിട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും പല ആളുകളുണ്ട് ചെരുപ്പിട്ട് പോകുന്ന ആൾക്കാർ. നമ്മള് എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ ലുക്കിൽ അത് ഉണ്ടാവണം. ഞാൻ പറയുന്നത് ഒരിക്കലും എന്താ പറയുക ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ് ഒരാളുടെ ഡ്രസ്സിങ്, ഒരാളുടെ നടത്തത്തിന്റെ സ്റ്റെപ്പ് വെക്കുന്ന രീതി, പോക്കറ്റിൽ പെന്ന് വെക്കുകയാണെങ്കിൽ പെന്ന് വെക്കുന്ന പൊസിഷന്, കാല് വെക്കുന്നത്. ചില ആളുകൾ നടക്കുന്നുണ്ട്, പണ്ട് മുതൽ ശീലിച്ചോളാം, ഇങ്ങനെ നടന്നിട്ടാ പോവാ. ആക്ച്വലി ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത്, ആർക്കൊന്നും തോന്നണ്ട. ഓരോ ആളുകൾ ചെറുപ്പം മുതലേ നടന്ന് ശീലിച്ചുകൊണ്ടായിരിക്കും. ഞാൻ ഇതും കൂടി ജസ്റ്റ് പറയുന്നത് മാത്രം. സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോൾ ഈ രീതി തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ്. ഒന്ന് നമ്മളെ ഷൂ പോയിന്റ് അല്ലെങ്കിൽ ചെരുപ്പിന്റെ പോയിന്റ്, നമ്മളെ തള്ള വിരൽ അല്ലെങ്കിൽ നമ്മളെ മെയിൻ വിരൽ നമ്മളെ സ്ട്രേറ്റ് രീതിയിൽ പോകുന്ന രീതി തന്നെ. അത് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കാനും പറ്റുമോ, വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. ചില ആളുകൾ ഇങ്ങനെയൊക്കെ നടന്നു പോകും. ഇതൊന്നും മോശമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. അത് എനിക്ക് കിട്ടിയ ഒരു ടിപ്പിന്റെ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രം, അത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല. സോ അഗെയിൻ, ഡ്രസ് നീറ്റ്ലി ആൻഡ് പ്രൊഫഷണലി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാൾ വാച്ച് ചെയ്യും, നമ്മൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസ്പെക്ട് നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ അയാള്, നമ്മൾ പറയാറില്ലേ ചന്ദനം ചാരിയ ചന്ദനം മണക്കും പറഞ്ഞു. ഞാൻ ഇവന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ ഇവന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഏത് കോലത്തിലാവുക എന്നുള്ളതിന്റെ ചിന്ത കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു വൃത്തിയും വെടുപ്പിൽ നടക്കണമെന്ന് ഞാൻ പച്ച മലയാളത്തിൽ പറയാണ്. ദെൻ അറൈവ് ഓൺ ടൈം. പല ആളുകൾക്കും ടൈം പഞ്ച്വാലിറ്റി ഇല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ മീറ്റിംഗ് പറയും, നമ്മൾ അവരോട് ടൈം പറഞ്ഞിട്ടുണ്ടാവും. ടൈം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആളുടെ മിനിമം 30 മിനിറ്റ് ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരാൾ ഇപ്പോൾ ഷോപ്പിൽ കച്ചവടം നടക്കുന്ന, ഞാൻ ചില പ്രോസ്പെക്റ്റിംഗ് കണ്ടിട്ടുണ്ട്. ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഫോട്ടോ ഇടുന്നത് കാണാം. മസാലക്കടയിൽ കാഷ്യറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ടാവും. ഇയാൾക്ക് എത്ര കസ്റ്റമർ വരും, അതിൻ്റെ ഇടയിൽ എത്ര പേയ്മെന്റുകൾ അയാൾക്ക് കളക്ട് ചെയ്യാനുണ്ടാവും. സപ്ലയർ വരും, കസ്റ്റമർ വരും, ഇതൊക്കെ നടക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലെ കാഷ്യർ, സൂപ്പർ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന മാനേജർ, ഇങ്ങനെ പല ആൾക്കാരെടുത്തും പോയിട്ടാണ് ഈ സംഭവം പ്രോസ്പെക്റ്റിംഗ് നടക്കുന്നത്. നമുക്കിത് കൊടുക്കേണ്ടത് അയാൾ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ്. ടൈം ഈസ് മണി എന്നുള്ളത് നിങ്ങളെ കാര്യത്തിലും അവരെ കാര്യത്തിലും റെസ്പെക്റ്റീവ്ലി നിങ്ങൾ കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങളൊരു അപ്പോയിന്റ്മെന്റ് ടൈം എടുത്തിട്ട് ഒരു 10:30 വരാമെന്ന് പറഞ്ഞാൽ
10:30 10 മിനിറ്റ് മുമ്പ് എത്തലാണ് ഏറ്റവും മിനിമം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ 10:30 സമയം പറഞ്ഞിട്ട് 10:31 ശേഷം എത്തലല്ല പേഴ്സണാലിറ്റി. അറൈവ് ഓൺ ടൈം എന്ന് പറയുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. അതേപോലെ തന്നെ ആ എടുക്കുന്ന സമയം നിങ്ങൾ 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് തുടക്കത്തിലെ അനാവശ്യ കഥകൾ പറഞ്ഞിട്ട് തീർക്കല്ല വേണ്ടത്. ആക്ച്വൽ സിറ്റുവേഷൻ റിക്വയർമെന്റ് എന്താന്ന് പറയാം. പക്ഷെ ആ അറ്റൻഡ് ചെയ്യുന്നത് ഒരിക്കലും അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്താവരുത്, അയാൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്താവരുത്, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്താവരുത്. ഈ രണ്ട് സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്താലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വർക്കിംഗ് അവേഴ്സിലാണ് നിങ്ങൾ അയാളെ മീറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങൾ അയാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഫോക്കസ് തരാൻ പറ്റൂല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് തല ആട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷെ അയാൾ ഒന്നും അയാളെ തലയിൽ കയറിയിട്ടുണ്ടാവില്ല. ഓൾറെഡി തലയിൽ കയറാത്ത വിഷയമാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് ഈ രീതിയിലുള്ള ഒരു എൻവയോൺമെന്റിലാണ് കൊണ്ടുപോയിട്ട് ഈ പ്രസന്റേഷനോ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ പ്രപ്പോസൽ കൊടുക്കുന്നെങ്കിൽ ആ സമയം അയാളതും പോയി നിങ്ങളതും പോയി. അയാൾ ചിന്തിക്കാതെ ഒന്ന് വേഗം ഒന്ന് പോയി കിട്ടിയാൽ മതി, കാരണം എന്റെ പണികളൊന്നും നടക്കുന്നില്ല, കാരണം അയാൾ പണിന്റെ ഇടയിലാണ്. അപ്പം അയാൾക്ക് എപ്പോഴാണോ എക്സാക്ട്ലി ഒരു 30 to 45 മിനിറ്റ് ഫ്രീ ഉള്ളത്, ആ ഒരു സമയത്ത് അയാൾ പറയാം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു 45 മിനിറ്റ് ഫ്രീ ഉള്ള ഒരു സമയം, ആ സമയമാണ് എനിക്ക് നിങ്ങൾ തരേണ്ടത്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ കയ്യിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ സ്ട്രോങ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്കൊന്ന് ഇരിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഫോണിലൂടെ പ്രപ്പോസൽ കൊടുക്കരുത് കേട്ടോ. പല ആളുകളും കണ്ടിരിക്കുന്നത് ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ പിന്നെ ലെവൽ 1 $50, അത് 40% അങ്ങോട്ടേക്ക്, 8% ഇപ്പുറത്തേക്ക്, ഇതെല്ലാം പറഞ്ഞിട്ട് ഓൾറെഡി അയാൾ ആകെ ഫസ്റ്റ് തന്നെ തീരുമാനിക്കും, ഞാൻ സമയമാകുമ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും. ഇതെല്ലാം അധികകാല കേസിൽ സംഭവിക്കുന്നത്. ഫോണിൽ ഒരാൾക്കും, അതായത് ഒരു കാരണവശാലും നമുക്ക് അയാളെ മീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ സൂമിലിരിക്കുമ്പോൾ അയാൾ വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഫോക്കസ് എവിടെയാണ് നിങ്ങൾക്കും മനസ്സിലാവും, നിങ്ങളെ ഫോക്കസ് എവിടെയാണെന്ന് അയാൾക്കും മനസ്സിലാവും. ഏറ്റവും മിനിമൽ ബാരൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൂമിന് മാത്രം കൊടുക്കുക. ഫോണിൽ ഒരിക്കലും പ്ലാൻ കൊടുക്കരുത്. ഇനി അയാൾക്ക് സൂമിന് സമയമില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, രവീന്ദ്ര സാറിന്റെ 3 വീഡിയോ, ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നത്, വളരെ ക്വാളിറ്റി ഉള്ള 3 വീഡിയോ ഉണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്, തമിഴിലും ഉണ്ട്. അധിക സമയമില്ലാത്ത ക്രിസ്റ്റൽ ക്ലിയറിൽ എടുക്കുന്ന ആ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നതെങ്കിലും പക്ഷെ ആ ലാംഗ്വേജിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അയാളോട് പറയുമ്പോഴും പറയേണ്ടത്, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫോക്കസ് കൊടുത്തിട്ട് ഇത് കണ്ടിട്ട് ഇതിൽ എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് അതും നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കട്ടക്ക് നിൽക്കാം, നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ഹെൽപ്പാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എവിടെയെങ്കിലും കുഴിച്ചാടുന്നതിന് നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് അത് ഒരു സപ്പോർട്ടാണ്, എന്നെ സംബന്ധിച്ച് ഒരു അഡ്വൈസ് ആണ്. ഞാൻ പണ്ട് ഈ മെറ്റാഫോഴ്സിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് എന്നെ കൊണ്ടുവന്നവൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് അറിയാം, അവനക്ക് ഒരു പ്രൊജക്ട് ചെയ്യണം, അതൊന്ന് പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചത്. എനിക്കിത് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അത് അവൻ എടുത്തൊരു ടെക്നിക്കാണെന്ന് മാത്രം. ആ രീതിയിലൊന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ആളുകളടുത്ത് ആ അടവൊക്കെ ആളുകൾ പ്രയോഗിക്കുന്നുണ്ടാവും. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്, ഞാൻ ഒരിക്കലും അതിനൊന്നും എന്റർടൈൻ ചെയ്യുന്നില്ല. പക്ഷെ ടൈമിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അത് ഒരിക്കലും ഫോണിലൂടെ പ്ലാൻ കൊടുക്കരുത്. നിങ്ങൾ പറഞ്ഞ സമയം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ആ സമയത്ത് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഇവിടെ ഈ പറഞ്ഞ പോലെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജോലിയും ബിസിനസ്സും ചെയ്യുന്ന എൻവയോൺമെന്റിലേക്ക് പ്ലാൻ കൊടുക്കാൻ പോകരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദെൻ ഇത് ഏറ്റവും വലിയൊരു കഥയാണ്. കാരണം ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, പാർട്ടിസിപ്പന്റ് ആണെങ്കിലും ഫോണിൽ സംസാരിക്കും, അതൊക്കെ അത് അയാൾക്ക് അയാളുടെ ഒരു തിരക്കും കാര്യങ്ങൾക്കിടയിലോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ നമ്മളെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. പ്രസന്റ് ചെയ്യാൻ പോയ, പ്ലാൻ കൊടുക്കാൻ പോയ നമ്മള് ഒരു ഫോൺ പോലും ആൻസർ ചെയ്യാൻ പാടില്ല. ഈ ടൈം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനിക്കുന്നത് വരെ ഫോൺ സൈലന്റ് ആക്കുക, ഫോൺ തിരിച്ചു വെക്കുക. അതായത് ഫോണ് നിങ്ങൾ സൈലന്റ് ആക്കിയിട്ട് തിരിച്ചു വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് ഫോൺ സൈലന്റ് ആക്കുക, ഫോണിന്റെ സ്ക്രീന് തിരിച്ചു വെക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു 40-45 മിനിറ്റ് നമ്മളെ ലൈഫൊന്നും നമ്മളൊരു കാര്യപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ടൈമിന്, അതൊരു പ്രീഷ്യസ് ടൈമായിട്ട് അയാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് ഈ ഫോൺ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അയാളെ കണ്ണിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാന്ന് പറയുന്നത്. ഇനി വേറൊരു രീതിയും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ലീഡറെ കൊണ്ടുവരും, നമ്മളൊരു ലീഡറെ കൂട്ടിക്കൊണ്ടു നമ്മൾ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസലൊക്കെ കൊടുക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ ഫോൺ എടുത്തിട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് പോകും, പിന്നെ കുറെ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും, അവൻ ഫോൺ എടുത്ത് ഇവിടെ ഇരിക്കും. ഇവ ഇങ്ങനെ ആലോചിക്കും, എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇതാ നടന്ന് പോകുന്ന ഒരു ഭാഗത്ത് കൂടി. അവൻ ഫുഡ് കോർട്ട് മറ്റേ മാളിലാണെങ്കിൽ ഫുഡ് കോർട്ട് മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ടാവും ഫോണും പിടിച്ചിട്ട്.
ഒരു ഫോണും പ്രസന്റ് ചെയ്യാൻ വന്ന ലീഡറും പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്റ്റിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന പേഴ്സൺ ആരാണോ അയാളും പിന്നെ ആ പ്രോസ്പെക്റ്റിനോടും പറയാം, ഒന്ന് നിങ്ങൾ ഈ ഒരു സമയം കംപ്ലീറ്റ്ലി ഒന്ന് ഫ്രീ ആവണം. നിങ്ങളൊരു കൃത്യമായി ഫോക്കസ് തരികയാണെങ്കിൽ അത് നിങ്ങൾ ഇത് ചാക്കിലാക്കുന്ന ഒരു പ്രോസസ്സ് അയാളോട് പറയാം, ഇത് ചാക്കിലാക്കി കൺവിൻസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിന്റെ റിയാലിറ്റി ഇതാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു 30 മിനിറ്റ് ടൈം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യണം. ആ ടൈം നമ്മൾ ഒരുമിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് സംസാരിക്കാം. എന്നിട്ട് അതിന്റെ പോസിബിലിറ്റി നമുക്ക് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകാം, മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രസ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ദെൻ മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ പോസ്റ്റ്, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന രീതി. ചില ആൾക്കാർ കാണാം സീറ്റിൽ ഇരുന്നിട്ട് നമ്മളെ സീറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ പോയി ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. അവസാനം ഇരുന്ന് കഥ പറയുമ്പോഴത്തേക്ക് ഒരു 60-70 വയസ്സായ ഉപ്പാപ്പന്മാർ ഇരുന്നിട്ട് മക്കളോട് സംസാരിക്കുന്ന കോലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ രീതി ഒക്കെ മാറിയിട്ടുണ്ടാവും. നമ്മള് ഒരാളെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യൂലല്ലോ, ശരിയല്ലേ? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോസ്റ്റർ ഉണ്ട്, നമ്മൾ അയാളോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട്, നമ്മൾ സംസാരിക്കുന്ന നമ്മളെ ആക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ പഠിപ്പിക്കാനാണ് കഴിഞ്ഞ ദിവസം നവീൻ സാർ ഒരു ട്രെയിനിങ് വെച്ചിരുന്നത്. 2 ദിവസം പോയ ആളുകൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലുള്ള ഈവൻ ചില ആളുകൾ കണ്ടിട്ടുണ്ട് നടക്കുന്ന സമയത്ത് കുഞ്ഞിട്ട നടക്കുക. അത് ചെറുപ്പം മുതൽ അങ്ങനെ നടന്ന് ശീലിച്ചുകൊണ്ട് ആൾ കുറ്റം പറയാനൊന്നുമില്ല. ഇത് നേരാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ സെറ്റ് ചെയ്യുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് ഫ്രണ്ടിലേക്കായി, പ്രോപ്പറായി, ഷോൾഡർ പ്രോപ്പറായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. ഞാൻ അതൊക്കെ ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നത് മാത്രം. പക്ഷെ ഇതിന്റെ ഭാഗം തന്നെയാണ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് പോസ്റ്റർ നിൽക്കുക എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോ ആക്ഷനും നമ്മളെ സംസാരത്തിന്റെ ക്ലാരിറ്റിയും എല്ലാം ആ ഒരു മീറ്റിങ്ങിന്റെ ഭംഗി കൂട്ടും. സോ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ഫോക്കസ് ആ പ്രോസ്പെക്റ്റിന് കൊടുക്കുക. അയാൾ നിങ്ങൾക്ക് സമയം തന്ന് നിങ്ങൾ കൂടെ വന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് ഫോണൊക്കെ മാറ്റി വെക്കുക. ആ ഒരു 45 മിനിറ്റ് കൃത്യമായിട്ട് അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കുക. അല്ലേ? നമ്മൾ പ്രിപ്പയർഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഉറപ്പ്. ഇത് ഫസ്റ്റ് വരേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. അത് വെൽ പ്രിപ്പയർഡ് തന്നെ ആയിരിക്കുക. കാരണം പ്രത്യേകിച്ചും എന്തെങ്കിലും ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾ ആദ്യം ചോദിക്കാം മോറിസ് കോനെ കുറിച്ചും, പിന്നെ ഷുക്കൂർ മരിച്ച കഥയും, മറ്റേ നിലമ്പൂരിൽ നിഷാദ് 1300 കോടി കൊണ്ടുപോയതും, MTF പോയതും, ടൈറ്റാൻ ക്യാപിറ്റൽ മുങ്ങിയതും, പിന്നെ എന്താ പറയുക ഹൈറിച്ച് പ്രതാപനെ അറസ്റ്റ് ചെയ്തതും, നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യം. നമുക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇതിന്റെ ഒന്നും മലയാളിമാരെ തെരഞ്ഞ്, നിങ്ങളുടെ കാശ് ആണെങ്കിൽ നിങ്ങൾ കാശ് പോയിട്ടുണ്ടെങ്കിൽ ഈ മലയാളിമാരെ തെരഞ്ഞു പോകാനുള്ള സാഹചര്യം കണ്ടായിട്ടില്ല. പക്ഷെ അവിടെ നിങ്ങളെ കൂട്ടിയ ആൾക്ക് പോലും അവർ ഹെൽപ്ലെസ് ആണ്. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം എല്ലാം സെൻട്രലൈസ്ഡ് ആയിരുന്നു. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് മെക്കാനിസം ആണ്. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പോളിഗൺ ഒരു ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇതിനെ കൃത്യമായി പഠിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഇതിൽ കൂടെ നമ്മൾ പറയുന്ന പോലെ കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ വലിയ സക്സസ് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ആക്റ്റീവായിട്ട്. അതേപോലെ തന്നെ നമ്മൾ പല ആളുകളും ഉണ്ട്, ഒരാൾ സംസാരിച്ച് തുടങ്ങിയിട്ട് അയാൾ എന്താണോ പറയാൻ പോകുന്നത് അതിന് അവസാനം വരെ മുഴുമിപ്പിക്കാൻ നമ്മൾ സമയം കൊടുക്കൂല. അന്നപ്പോഴേക്കും നമ്മൾ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അയാൾ എന്താണോ പറയുന്നത് അത് മുഴുവൻ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ആകുന്നത് വരെ കേട്ട് നിൽക്കുക, കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലേ, നിങ്ങളെ ചോദ്യം എനിക്ക് കൃത്യമാണ്. നിങ്ങൾ ആ ചോദ്യത്തിൽ ഒരുപക്ഷെ ഞാൻ ഇതേവരെ മനസ്സിലാക്കാത്തൊരു ചോദ്യമായിരുന്നു അത്. അതുകൊണ്ട് അതൊരു പക്ഷെ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്ത് തന്നെയാണെങ്കിലും അതിന്റെ ആ ഉത്തരം ഞാൻ ഇത്ര സമയം കൊണ്ട് പറഞ്ഞു തരാമെന്നോ, അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ ചെയ്തിട്ട് ചോദിക്കാനുള്ള സമയമുണ്ടോ, നിങ്ങൾ അതിനെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മളെ ഫോൺ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അറിയുന്ന ഒരു വ്യക്തിയോട് ഇതിനെ കുറിച്ച് ചോദിക്കാം. ടെക്നിക്കൽ ബേസ്ഡ് ആണെങ്കിൽ ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വിളിക്കാം. ലെവൽ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അതൊക്കെ ആണെങ്കിൽ നമുക്ക് ലീഡർമാർ തന്നെ അംബാസഡേഴ്സും ഫാസ്റ്റ് ട്രാക്കുള്ള ആളുകളൊക്കെ നമുക്ക് എപ്പോഴും ഫോൺ വിളിച്ചെടുക്കുന്ന ആളുകളാണ്. ആരും അങ്ങനെ നെഗ്ലക്ട് ചെയ്യുന്ന ആളുകളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടിന് എല്ലാവരും അവിടെ റെഡി ഉണ്ട് അല്ലേ. അവർക്ക് വരുമാനം കിട്ടുന്നതുകൊണ്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഒരു ഫാമിലി ആയതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അത് ഞാൻ പിന്നെ പറയാന്ന് പറയരുത്. പിന്നെ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് ഇതായിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉത്തരം കൊടുക്കരുത്. കാരണം കൊടുക്കുന്നത് റൈറ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കൊടുത്തു, അതൊന്നും ഞാൻ പറഞ്ഞ സമയത്ത് തെറ്റിപ്പോയി, സോറി കേട്ടോ, അത് അങ്ങനെ ആയിരുന്നില്ല,
പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത്. അതിന്റെ അർത്ഥം നമുക്ക് തന്നെ നോഹം ഇല്ല എന്നാണ്, നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഐഡിയ ഇല്ല എന്നാണ്. ഈ ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ പറഞ്ഞ സംഭവം ക്വസ്റ്റ്യൻ മനസ്സിലായി. ഞാൻ ഒന്ന് ഫോൺ എടുത്തിട്ടൊന്ന് ചോദിച്ചിട്ട് ക്ലാരിറ്റി ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കോൾ സ്പീക്കർ ഇട്ടിട്ട് നിങ്ങൾക്കും കേൾക്കാം, അവരോട് സംസാരിക്കാം. അങ്ങനെ ചെയ്താൽ പോരെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ എന്താണെന്നറിയോ, ഒരു നെഗറ്റീവ് മൈൻഡ് അയാളെടുത്ത് വെച്ചിട്ട് നമ്മൾ ആ മീറ്റിംഗ് ക്ലോസ് ചെയ്യേണ്ടി വരില്ല. അയാൾക്ക് വന്ന ക്വസ്റ്റ്യനെ, സംശയത്തെ ഉന്മൂലനം നടത്തിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ഉത്തരം ആൾക്ക് കൊടുത്തിട്ട് റെസ്പോൺസ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് ആ സമയം തന്നെ പറ്റും. ഓക്കെ, ദെൻ എൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് ശരിക്കും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ്, പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ദെൻ പ്രോസ്പെക്റ്റിംഗ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്, അവരുടെ ആവശ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എപ്പം ഒരു പ്രോസ്പെക്റ്റിനെ കാണുമ്പോഴോ അതെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫോഴ്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ മെറ്റാവിൽ എന്താ പറയാ മെറ്റാവിൽ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്, ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതായത് അയാളാ വന്നതിന് നിങ്ങൾ സമയത്തിന് വന്നൂലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കാളും മുന്നേ എത്തിയില്ലേ, ആ എന്താ പറയാ നമ്മളെ ആ ഒരു ഏറ്റവും മിനിമം ഒരു 5 ക്വാളിറ്റി മിനിറ്റ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കണം. അയാളെ സിറ്റുവേഷൻ എന്താന്ന് മനസ്സിലാക്കുക എന്ന് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ആ ഒരു 10 മിനിറ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അയാൾ എന്ത് സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളത് ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അയാളെ സംസാരത്തിന് പിടിക്കാൻ പറ്റും. അപ്പം അയാൾക്ക് എന്താണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന അയാളുടെ നീഡിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ടാർഗറ്റിലേക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റാന്നുള്ള ആ ഒരു മൂവ്മെന്റ് നമ്മളെ സംസാരത്തിൽ കൊണ്ടുവരാൻ പറ്റും. അയാൾ പറയാണ് ഞാൻ ഇന്ന കാര്യം ചെയ്ത സമയത്ത് എനിക്ക് ഒരു ബിസിനസ് ലോസ് ഒക്കെ വന്നു, ഞാനിപ്പോൾ അതിന്റെ ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്, വീട് പണയം വെക്കാൻ വേണ്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ വീട് പണയം വെച്ച് അതിപ്പോൾ ജപ്തി ആവാനായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു 3-4 മാസം കൂടി എനിക്ക് സമയമുള്ളൂ, അതൊരു 30 ലക്ഷം റുപ്യയാണ്, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പറയുന്നത് 30 ലക്ഷം റുപ്യ 3 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത പ്രൊജക്റ്റ് ഒന്നുമല്ലല്ലോ കോയിൻഫോജ് അല്ലേ? ഉണ്ടാക്കാൻ പറ്റൂലേ? സംശയം ഉണ്ടായിരിക്കെങ്കിലും എത്രയും ഉണ്ടാക്കാൻ പറ്റും, അത് അയാൾ തീരുമാനിക്കണം. അല്ലാതെ പടച്ചോന്റെ ചോറെന്നും പറഞ്ഞിട്ട് ഇതിൽ എൻട്രി എടുത്തിട്ട് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതുകൊണ്ട് എവിടെ എത്താൻ പോകുന്നില്ല. നമ്മള് ഇതിൽ കൃത്യമായ ഫോക്കസും നമ്മളെ ഡ്രീമും അച്ചീവ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് നമ്മൾ കൃത്യമായ അഫർമേഷൻ കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതൊന്നും വേണ്ടത് എന്തോ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു തർക്കമില്ല. നമ്മൾ മടിയന്മാരാണോ നമ്മൾ എവിടെ എത്തൂല. നമുക്ക് ഡ്രീം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മളെ കൂടെ വരുന്ന ആളുടെ ഡ്രീം നമുക്ക് റെസ്പെക്റ്റീവ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രീം ഇല്ല, നമ്മൾ അയച്ചു വിട്ടൊരു കോയിനെ പോലെ ആൾക്കാരൊക്കെ പ്ലാനും പറഞ്ഞ് വേണമെങ്കിൽ ചെയ്തോ വേണ്ടേ ചെയ്യണ്ട, 10 ആൾക്കാർ നോ പറഞ്ഞില്ല, എന്നാൽ ശരി ഞാൻ പരിപാടി നിർത്തി എന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പ്രൊജക്ട് എന്താണ്? ഇത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ടാർഗറ്റ് വേണ്ട ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തർക്കമില്ല. ഞാൻ അത്ര ഉറപ്പിരുന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ഫിസിക്കൽ മീറ്റിങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5 ലെവൽ താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലെവൽ ഇൻകം പോലും കിട്ടൂല. പക്ഷെ 10 ലെവലിൽ താഴെ പോയിട്ടുള്ള ഒരാളാണെങ്കിലും നാളെ ഈ സിസ്റ്റം പ്രകാരം അയാൾക്ക് ഇൻകം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും ആ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ട. കോഴിക്കോട് അസീം റെസ്പോൺസിബിലിറ്റി. എനിക്കത് ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഭവം, നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് മുമ്പ് ചെറിയ രീതിയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മെയിൻ്റനൻസ് കാരണം പോലും ഇത് സ്റ്റോപ്പ് ചെയ്യൂല എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയതിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ സിസ്റ്റം ഏറ്റെടുക്കാൻ തന്നെ ഉണ്ടായ കാരണം. സോ അത് ആ ഡിപ്ലോയ് ചെയ്ത ഡീസെൻട്രലൈസ്ഡ് മെക്കാനിസം 100% റൺ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, അയാളുടെ ആവശ്യം എന്താണോ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളെ കൂടെ അയാൾ കൂടിയത് കൊണ്ട് അത് അയാൾക്ക് ഉപകാരം ഉണ്ടാകും എന്നുള്ള ധാരണ 100% ആ ഒരു ട്രസ്റ്റ് അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ നിങ്ങൾ പറയുന്ന പോലെ കൂടെ നിൽക്കും ചെയ്യും. അയാൾക്ക് സക്സസ് ആവാൻ പറ്റും. അയാൾ സക്സസ് ആവുമ്പോൾ ഒരു വിഹിതം നമുക്ക് കിട്ടും. പക്ഷെ അയാളല്ല ആദ്യം സക്സസ് ആവണത് എന്തെന്നാണെങ്കിലും, അത് അയാൾ ഇടുന്ന എഫേർട്ടിന്റെ ഭാഗമാണ്. അപ്പൊ അയാൾക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് കൃത്യമായിട്ട് കൊടുത്താൽ മതി. കാരണം ഒരാളും ഉപകാരമുള്ള ഒരു കാര്യത്തിനോട് ഒരാളും നോ പറയില്ല. പക്ഷെ അത് ഉപകാരപ്പെടുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് ധരിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് നമ്മുടെ തോൽവി എന്ന് പറയുന്നത്. അത് പ്രൊജക്ടിന്റെ കുഴപ്പമില്ല, അത് പറഞ്ഞു കൊടുത്താലുള്ള മിസ്റ്റേക്കാണ്. പ്രൊജക്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ ഒരു സിസ്റ്റം കയ്യിൽ കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമ്മളെ കയ്യിൽ കിട്ടി, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം ഉപദേശിക്കുക നമ്മളെ അയൽവാസിയോ നമ്മളെ വീട്ടിലുള്ള ഒരു കഥയും ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ഒരാളായിരിക്കും നമ്മളോട് പറയുന്നത് അത് ചെയ്യേണ്ട കേട്ടോ, സ്കാം ആണെന്ന്. അയാൾക്ക് ക്രിപ്റ്റോ എന്താണെന്നറിയില്ല, പക്ഷെ അയാൾ അഡ്വൈസ് നമ്മൾ വേഗം കൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അത് നിർത്താന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള പണിയാണല്ലോ. പണിയെടുക്കാനാണല്ലോ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നിർത്തി പഴയ പോലെ തന്നെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയാണല്ലോ.
അപ്പൊ ഈ നെഗറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് അത് ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ്. ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മളോട് ഒരാള് കാരണം ഉപദേശം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം, അത് വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. ഈ ഉപദേശം തരുന്ന ആള് അയാൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്രത്തോളം അയാൾ നോളജ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് ഏറ്റവും മിനിമം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഉപദേശം എടുത്താൽ മതി. കേൾക്കാതിരിക്കുക. ആരും ഉപദേശം തന്നാൽ കേൾക്കണം എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും തലയിലിട്ടിട്ട് ഉരുട്ടി നോക്കിയിട്ട് തീരുമാനിക്കണം, ഇത് വേണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ. കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയിട്ട് നമ്മൾ അയൽവാസിയുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാളോട് പറയും. അവൻ ആദ്യം ഇത് പറയും, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ സാധനം തന്നെ സ്കാമാണ്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൊത്തം ലിസ്റ്റ് അങ്ങോട്ട് പറയാം, പൊട്ടിപ്പോയ കൊറോണത്തിന്റെ കഥ. അവിടെ നിങ്ങൾക്ക് ട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ പൊട്ടിപ്പോവുകയാണെങ്കിൽ നിങ്ങളെ പൈസക്ക് ഗ്യാരണ്ടി ഞാനാന്നുള്ളൊരു വാക്ക് കൊടുത്തോക്ക്, അവിടെ പിന്നെ സ്ട്രോങ് ആയി, പിന്നെ അവിടെ ധൈര്യം കൂടി ആൾക്ക്. ആ കാശിന് ഞാനാണ് റെസ്പോൺസിബിലിറ്റി എന്ന് ആ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്ന ഒരാൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രോങ് ആയി. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ മറ്റൊരാളെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അവിടെ ഒരു $50 ഇൻവെസ്റ്റ് ചെയ്താലും മൊത്തം കോൺട്രാക്ട് ആയ $150 ഇൻവെസ്റ്റ് ചെയ്താലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത വ്യക്തി അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആ സ്പോൺസർ അവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ ഈ കാശിന്റെ റെസ്പോൺസിബിലിറ്റി ഇയാൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ള ഉത്തമ ബോധം അയാൾക്കുണ്ടാവും. ആ ഒരു ബോധത്തിൽ നിന്ന് അയാൾ മാറിയപ്പോഴാണെന്ന് അറിയോ, 2-3 എൻട്രി വെക്കുമ്പോൾ ഇതേപോലെ കാശ് വരുമ്പോൾ അയാളും ധൈര്യത്തിൽ കൊടുക്കും, ബാക്കിയുള്ള ആൾക്ക് ഇതേ പ്രശ്നം കൊടുക്കാൻ പറ്റും. കാരണം ആ സിസ്റ്റത്തിലൂടെ വരുന്ന വരുമാനത്തിന്റെ രീതി അതാണ്. കാരണം നമ്മുടെ വാലറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻകം വരുന്നതാണ്. പിന്നൊക്കെ നമ്മളെ സ്ക്രീനിൽ ഡിസ്പ്ലേ ടോട്ടൽ ഇൻകത്തിന്റെ ഡിസ്പ്ലേ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് വന്നതിൽ റംഷാദ് റെസ്പോൺസ് ചെയ്ത് കണ്ടു. റൈറ്റ് റെസ്പോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം നിങ്ങളെ വാലറ്റിലേക്കാണ് വരുന്നത്, അവിടെ ഡിസ്പ്ലേ മാത്രമാണ്. ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധനം സെൻട്രലൈസ്ഡ് ആണ്. അതിൽ എന്തെങ്കിലും ഗ്ലിച്ചുകൾ വരുന്ന സമയത്ത് ആ ഡിസ്പ്ലേ വാല്യൂസിലൊക്കെ എറർ കാണുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ആ കോഡിങ് കറക്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നമുക്ക് വരേണ്ട ഇൻകം അവിടെ സ്ട്രക്കായി നിൽക്കാന്നാണോ? അല്ല, ഒരിക്കലല്ല. വാലറ്റിലേക്കാണ് ഡയറക്റ്റ് എൻട്രി ആവുന്നത്, വാലറ്റിലേക്കാണ് ഡയറക്റ്റ് ക്രെഡിറ്റ് ആവുന്നത്. അവിടെ ജസ്റ്റ് നമ്പേഴ്സ് എത്ര എന്നുള്ളതിന്റെ ഒരു ഡാറ്റ മാത്രമേ കാണാൻ പറ്റുന്നത്. അത് സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അത് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് പോയിന്റ് ആണ് ഈ സെൻട്രലൈസ്ഡ് ഇന്റർഫേസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പൊ ഈ സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമ്മളാക്കി ട്രസ്റ്റ് ആദ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ വരുന്ന ആൾക്ക് ആ ട്രസ്റ്റ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതേ ട്രസ്റ്റ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ആർക്കെങ്കിലും ട്രസ്റ്റ് കൊടുക്കാൻ ധൈര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് കൊടുത്തോ, എന്നോട് ചോദിക്കൊന്നും വേണ്ട. കോൺഫോർജ് ചെയ്തിട്ട് ആ സിസ്റ്റം പ്രകാരം ഇൻകം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസീം കാലിക്കറ്റിനെ വിളിച്ചെന്ന് പറഞ്ഞു ഒരു നമ്പറും കൊടുത്തത്. ഞാൻ ഏതായാലും ആരാന്ന് നോക്കാതെ ഫോൺ ആൻസർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇനി ആരും വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എൻ്റെ പേര് കൊടുത്തു വെച്ചിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അയാൾ ആവശ്യത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ആക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും. ഇവരുടെ ഒക്കെ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് എന്താണ് അവരുടെ ഒരു അറിവ് എന്ന് പറഞ്ഞത് കേട്ടാൽ മാത്രമേ നെഗറ്റീവ് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകൾ ആരും നമ്മളെ ആവശ്യത്തിന് കാശ് തരുമൊന്നുമില്ല. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഏതിലേക്ക്? നമ്മൾ എപ്പോഴും പറയുന്ന ബിറ്റ്കോയിനിലേക്ക് 16 വർഷം മുമ്പ് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 70 കോടി എന്നൊന്നും പറയില്ല. അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ എന്തായാലും മാഞ്ഞു പോയ കഥയാണ്. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള CS $0.25 കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത സമയത്ത് എത്ര കണ്ട് കോയിന് കലക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായ സമയത്തും അത് മൈൻഡ് ചെയ്യാത്ത, അതിനെ ശ്രദ്ധിക്കാതെ, അതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ, അതിന്റെ RTPയിൽ വരാതെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ, ഇതിന്റെ 1 ഡേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ, ഇതിന്റെ ഒരു രീതിയിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാതെ ആരോ ഒരുത്തം പറഞ്ഞതിന്റെ പുറത്ത് നിങ്ങൾ അവൻ മെറ്റാഫോഴ്സിനെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ആ തഴഞ്ഞവന് അവനക്ക് നഷ്ടം വെച്ചു കൊടുക്കുമോ? അവന് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റിയ ഉപദേശമായിരുന്നു അന്ന് മോറിസ് കോയിനായിട്ട് കമ്പയർ ചെയ്തിട്ട് മെറ്റാഫോഴ്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞയച്ചത്. ഈ നഷ്ടത്തെ അവനിന്ന് കൊടുക്കുവോ? ഒരു പെർസെന്റേജ് അവൻ കൊടുക്കൂല. കാരണം അവന്റെ പൈസക്ക് അവന് വാല്യൂ ഉണ്ട്. അത് ഞാൻ അന്ന് പറഞ്ഞ് നീ ഏറ്റെടുത്ത് എന്റെ കുറ്റാണോ? നീ എന്നോട് ആരാ ഞാൻ പറഞ്ഞ കേൾക്കാൻ പോയതാ? വളരെ സിമ്പിൾ ആയിട്ട് തീർന്നില്ലേ? നേരെ മറിച്ച് എംപവർ പറയുന്ന സിസ്റ്റത്തിലൂടെ പോയി എംപവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു 10,000 കോയിൻ കളക്ട് ചെയ്യാണ്ടായിരുന്ന ആ പൊട്ടൻഷ്യലിനെ ആരാ നഷ്ടപ്പെടുത്തിയത്? ഇന്നൊരു കോയിൻ 500 രൂപ ഇല്ലേ? ഇത് ഗ്രോ ആവുന്ന നമുക്ക് ഉറപ്പില്ലേ? അന്ന് വെറുതെ കിട്ടാനുണ്ടായിരുന്ന സാഹചര്യത്തെ മുടക്കിയതാരാ? മുടക്കിയവൻ ₹1 തരൂല. ഇനി തരുന്നുണ്ടെങ്കിൽ കടം തരൂ. അതോ അവനക്ക് ഉറപ്പുണ്ടാവണം പറഞ്ഞ സമയത്ത് തിരിച്ചു കിട്ടുമെന്ന്. ശരിയല്ലേ? അപ്പൊ ഉപദേശം കേൾക്കാൻ എളുപ്പമാണ്. തരുന്ന ഉപദേശം തരുന്നവൻ എത്രത്തോളം ക്വാളിറ്റി ഉള്ളവനാണ്. നാളെ എനിക്ക് ഈ ഉപദേശം കൊണ്ട് എന്തെങ്കിലും
ഗുണമില്ലാതാകുകയാണെങ്കിൽ ആ നഷ്ടം അവൻ വെച്ചു തരില്ല എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകുന്ന നല്ലതാണ്. ഒരു കാരണവശാലും ഒരാളും നമ്മളെ കാര്യത്തിൽ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാകുന്നതിന് പരിമിതികളുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്ലാന് പറഞ്ഞു കൊടുക്കുക. അയാൾക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ഉണ്ടാക്കാനുള്ള പ്ലാൻ കൊടുക്കുക. ഇപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നത്, ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്ന ലെവല് അത് നമ്മൾ ബഡ്ജറ്റ് ചെയ്യരുത്. കാരണം അയാളെ ഫണ്ടിന്റെ റെസ്പോൺസിബിലിറ്റി, അയാളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അത് അയാളെ സംസാരത്തിൽ നിന്നും നമുക്കൊരു പരിധി വരെ മനസ്സിലായിട്ടുണ്ടെങ്കിലും അതിന്റെ പെയിൻ എത്രത്തോളം ഉണ്ട് അത് ഉണ്ടാക്കാനുള്ളത് അയാൾക്ക് അറിയുള്ളൂ. ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്ന കാര്യം ചെയ്ത് ഇന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഏതിൽ തുടങ്ങണം എന്നുള്ളത് അത് അയാൾ തീരുമാനിക്കട്ടെ. നമ്മൾ പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് എന്താ പറയാ, അയാൾ ഏതെങ്കിലും കാരണത്താൽ അയാൾ ഒന്നും ചെയ്യാത്ത സാഹചര്യം വരികയാണെങ്കിൽ ആ പ്രഷർ ചെയ്ത് എടുപ്പിച്ച ലെവലുകളുടെ വാല്യൂവിന് നമ്മളും കൂടി ഒരു പരിധി വരെ റെസ്പോൺസിബിൾ ആയി മാറും. എന്നാൽ ഗൈഡൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഒരിക്കലും ചോദ്യം മുന്നോട്ട് വരില്ല, ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട സിറ്റുവേഷനും ഉണ്ടാവില്ല. പല ആളുകളും കണ്ടിട്ടുണ്ട്, $150 ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂട്ടുള്ളൂ. ഇത് പറയാൻ ഇയാൾ ആരാ? കോയിൻഫോർജിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷന് ചെലവൊന്നുമില്ല. $50 എൻട്രി ആണ് അയാളെ സിറ്റുവേഷൻ എങ്കിൽ $50 എടുത്തിട്ട് എൻട്രി ചെയ്തിട്ട് അയാൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഇത് എന്താണെന്നുള്ളത്. ഒരുപക്ഷെ അയാൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടണമെന്ന് മാറ്റിവെച്ച കാശ് അടുത്തുണ്ടാവാം, ശരി തന്നെ. അത് മുഴുവനും കൂടെ കിടിപ്പിക്കണ്ട, അയാളോട് ടെസ്റ്റ് ചെയ്യാൻ പറയും. $50 ഇട്ടിട്ട് $50 2-3 പേരിലേക്ക് വെറുതെ ഒന്ന് റെഫർ ചെയ്ത് നോക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം എന്തോ അത് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള എല്ലാ ലെവലിലും കിട്ടുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്നത് കിട്ടും, 50 ചെയ്താൽ ഇത്ര കിട്ടും, 100 ചെയ്താൽ എത്ര കിട്ടും, 150 ചെയ്താൽ എത്ര കിട്ടും, 150 ചെയ്താൽ ഗ്ലോബൽ പൂൾ കിട്ടാനുള്ള സാധ്യതകളും അതിന്റെ വാല്യൂ ഉള്ള സാധ്യതകളും പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഒരിക്കലും അതിനെ ഫോക്കസ് കൊടുത്തിട്ട് പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കരുത്. 4ാമത്തെ ലെവൽ 200 ചെയ്താൽ എന്ത് കിട്ടും, 5ാമത്തെ ലെവൽ 250 ചെയ്താൽ എന്ത് കിട്ടും. ഇതിന്റെയൊക്കെ 40% എന്ന് പറയുന്നത് എത്രയാണ്? അത് ഇന്ത്യൻ മണിയിൽ എത്രയാണ്? ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് ആ 40% എന്ന് പറയുന്നത് എത്രയാണ് ഇന്ത്യൻ മണിയിൽ എന്നുള്ളത് കറക്റ്റ് എഴുതി വരച്ചു കൊടുത്തു നോക്കുക. അപ്പൊ അയാൾക്കൊരു ധാരണ ഉണ്ടാവും ഞാൻ എന്ത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അയാൾ തീരുമാനിക്കും എനിക്കിത് എത്ര പേരിലേക്കും ഏത് രീതിയിലുള്ള ആളുകളിലേക്ക് ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പൊ അയാളെ ബഡ്ജറ്റിൽ അയാൾ തീരുമാനിക്കും. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. അയാളുടെ $150 ഉണ്ട്, പക്ഷെ അയാൾക്ക് ഉറപ്പാണ് അയാളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളും $50 മേലെ എൻട്രി ചെയ്യാൻ സാധ്യതയില്ല. വെറുതെ അയാളെ കൊണ്ട് പുഷ് ചെയ്ത് 150 ചെയ്യിപ്പിക്കുന്നത്. അയാൾക്ക് 2 ഗ്ലോബൽ പൂൾ കിട്ടുന്ന പൊട്ടൻഷ്യലെ മനസ്സിലാക്കിയിട്ട് അയാൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് അയാൾ 3ാമത്തെയും 6ാമത്തെയും കോൺട്രാക്ട് ഓപ്പൺ ആക്കിയിട്ട് $150 കൊണ്ട് ആക്ടിവേറ്റ് ആയിക്കോട്ടെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരാളുടെ ലെവൽ തീരുമാനിക്കേണ്ടത് അയാൾ കൊണ്ടുവരാൻ പോകുന്ന ആളുകളുടെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും നിങ്ങൾ കൊടുക്കുന്ന എന്താ പറയാ ഒരു അനാവശ്യമായിട്ട് കൊടുക്കുന്ന ട്രസ്റ്റിന്റെ പുറത്ത് അയാളെ കാശ് മുഴുവൻ ഡീപിക്കുക എന്നതല്ല ഈ പ്രോജക്റ്റ്. ഇത് നിങ്ങൾ MLMന്റെ രീതിയിലേക്കൊന്നും ഈ പ്രോജക്റ്റിനെ കൊണ്ടുപോകുകയും ചെയ്യരുത്. $50 ആണെങ്കിൽ $50 കൊണ്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ പറ്റും ഈ പ്രോജക്റ്റിൽ, അതിൽ ഒരു തർക്കമില്ല. പക്ഷെ $50 തുടങ്ങുന്ന ആൾക്ക് മനസ്സിലാവും $50 തുടങ്ങിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും എന്ത് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടുന്ന് അങ്ങോട്ടേക്ക് ഗ്രോ ചെയ്തിട്ട് ഏത് രീതിയിൽ ലെവലുകൾ ആക്റ്റീവ് ആക്കുന്നതാണ് നല്ലതെന്നുള്ള തീരുമാനം അയാൾക്ക് എടുക്കാനും പറ്റും. അത് അവർ തീരുമാനിക്കട്ടെ. ഒറ്റയടിക്ക് 1050 എടുക്കണമെങ്കിൽ അയാൾ ചെയ്തോട്ടെ, അയാളെ തീരുമാനമാണ്, അയാളുടെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് നമ്മൾ ഒരിക്കലും തീരുമാനിക്കരുത്. അയാൾ ഇങ്ങോട്ടേക്ക് സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, നിങ്ങൾ ആവശ്യം ഇതല്ലേ, നിങ്ങൾക്ക് ഇത്ര സമയം കൊണ്ട് ഇത്ര ഉണ്ടാക്കലല്ലേ വേണ്ടത്. അയാൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-30 ലക്ഷം റുപ്യ വീട് പണയം വെച്ചിട്ട് ജപ്തിയായി നിൽക്കുന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഈ ആധാരം വില്ലേജ് ഓഫീസറെ പിന്നാലെ പോകുന്നതിനേക്കാളും നല്ലത് ആ 10-20 ദിവസം ബാങ്കിനും പിന്നാലെ നടന്നിട്ട് പലിശയും കൊടുത്ത് EMI കൊടുക്കുന്നതിനേക്കാളും നല്ല ഒരു EMI കൊടുക്കാതെ 100% ഒരാളും തിരിച്ചു ചോദിക്കാത്ത ഒരു മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അത് ഈ കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലേ? അത് ചെയ്താൽ പോരെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EMI എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ലോൺ എമൗണ്ട്, അതായത് ഈ മാസാമാസം അടയ്ക്കുന്ന ലോണിന്റെ ഭാഗം എന്ന് പറയുന്നത് അത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ പറയുള്ളൂ. എനിക്ക് ലൈഫിൽ EMI ഇല്ല, ഞാൻ എടുക്കൂല. എത്ര ബുദ്ധിമുട്ടിയാലും EMI എടുക്കാതെ അങ്ങനെ ദൈവം അങ്ങനെ തന്നെ നിലനിർത്തിട്ടെന്ന് പ്രാർത്ഥിക്കാനും നിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം EMI അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്ന സാധനം മനുഷ്യനെ കാർന്ന് തിന്നുന്ന ക്യാൻസർ ആണ്. അത് ചെയ്ത ആളുകൾക്ക്, കുടുങ്ങിയ ആളുകൾക്ക് മനസ്സിലാവും. നമുക്ക് എമർജൻസി ആണ് ഈ പലിശ എന്ന് പറയുന്ന സാധനം. ഒരു പലിശ എടുത്ത് അടുത്ത പലിശയിലേക്ക് പോകുമ്പോൾ വേറെ സാധനം അതിന്റെ പുറത്ത് വേറെ പലിശ എടുത്ത് ഒരു പലിശ, 2ാമത്തെ പലിശ, പിന്നെ 3ാമത്തെ പലിശ, 4ാമത്തെ പലിശ, മുങ്ങി മരിക്കാൻ വേറെ എവിടെയും പോകണ്ട. അങ്ങനെ പലിശ തലന്റെ മേലെ കയറും. കാരണം പലിശ എന്ന് പറയുന്ന സാധനം എങ്ങനെ കയറാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അയാൾക്ക് ഒരു പലിശയും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു ഡോക്യുമെന്റേഷൻ ബുദ്ധിമുട്ടും ഇല്ലാതെ
വളരെ ഈസിയസ്റ്റ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുത്തത് കൊണ്ട്, ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ട്, ഒരാളെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങളും അയാളും രക്ഷപ്പെടുന്ന കാര്യത്തിലൂടെയാണ് നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ ക്വാണ്ട് ഫോർജ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലൂടെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എംപവർ ഫാമിലി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എവിടെയും ബിൽഡ് ദ കോൺഫിഡൻസ്. നമ്മൾ കൊടുക്കുന്ന ട്രസ്റ്റ്, നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസ്, അത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം പ്രോസ്പെക്ട് ചെയ്ത ആള് കൊടുക്കുന്ന ട്രസ്റ്റാണ് ഇതിന്റെ ഡെവലപ്പറെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്കൽ ടീമിനോട് അന്വേഷിച്ചിട്ടും യൂറോപ്യൻ ആളുകളൊക്കെ പോയിട്ട് അന്വേഷിക്കാൻ പോകുന്നതിനെക്കാളും എത്രയോ ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല ഈ പൈസ എങ്ങാനൊന്നും ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി, പൈസക്ക് ഉത്തരവാദി ഞാനൊന്നുമല്ല, ഈ സിസ്റ്റം എങ്ങനെയൊക്കെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നാളെ എങ്ങനെ നടക്കുന്നൊന്നും എനിക്കും അറിയില്ല എന്ന് പറയാൻ പോകുന്നവനും കൂടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഈ ട്രസ്റ്റ് കൊടുക്കുമ്പോൾ 100% ആ കോൺഫിഡൻസ് തൊട്ട് നമ്മൾ ആ ട്രസ്റ്റ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് നഷ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ക്വിക്ക് റീക്യാപ്പ് ചെയ്യാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എംപവർ എന്താണെന്ന് മനസ്സിലാക്കുക. എംപവർ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനാണ്? അതൊരു ക്രിപ്റ്റോ ബേസ്ഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ലോഞ്ച് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി സ്ട്രെങ്തനിലേക്ക് നമ്മളും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട്, കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആളുകളെ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട്, നമുക്കൊരു ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആകുന്നത് കൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് USDT എന്ന് പറയുന്ന ലോകത്തെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ക്രിപ്റ്റോ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ പറ്റും. പ്ലസ് അത് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എംപവർ എന്നുള്ളത് നമ്മളും മനസ്സിലാക്കുക. നമ്മൾ ക്ഷണിക്കുന്നത് എംപവർ ഫാമിലിയിലാക്കുക എന്നുള്ള ഉത്തമ ബോധം നമുക്ക് ഉണ്ടാകുക. ദെൻ പ്രൊഡക്റ്റ്, നമ്മളെ കയ്യിലുള്ള സർവീസ്, നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതെന്താണെന്ന് നമുക്ക് ആദ്യം കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്കും അവർക്കും പറഞ്ഞു കൊടുക്കാനും 100% നമുക്ക് പറ്റണം. ദെൻ അഗെയിൻ ഫസ്റ്റ് ഇംപ്രഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ ഓരോ കാര്യങ്ങളും അതാ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട്, ടൈമിന് കൊടുക്കുന്ന വാല്യൂ, നമ്മൾ മൊബൈലൊക്കെ മാറ്റി വെച്ച് ആ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ ഇരിക്കുന്ന മീറ്റിംഗ് പല ആളുകളും കണ്ടിട്ടുണ്ട് ഈ മാളുകൾക്ക് മേളില് നമുക്ക് തന്നെ അറിയാം, ഒട്ടുമിക്ക മാളുടെ ഭാഗത്തും ഒരു സൈഡിൽ കുട്ടികളെ ഗെയിമിന്റെ സ്ഥലം ഉണ്ടാവും, ഇപ്പുറത്ത് ഫുള്ള് റെസ്റ്റോറന്റ് സ്ഥലങ്ങളും ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ പോയിട്ട് ഒരു ആവറേജ് ബഹളത്തിന്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുക. ഒരു സൈലന്റ് ആയിട്ട്, ഒരു ഫ്രീ ആയിട്ട്, അതൊരു അയാളുടെ വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് പറയുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് മോളിനെക്കാട്ടിയും ഏറ്റവും ബെസ്റ്റ്, കുറച്ചും കൂടി ബെറ്റർ അതാണ്. ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയിൽ കൂടി ഓർമ്മ ഇട്ടിട്ട് പറയാണ്, നമുക്ക് വീടുകളിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് അറിയാം. അയാളുടെ വീട്ടിലുള്ള ആളുകളൊക്കെ അത് കേൾക്കാൻ തയ്യാറാവുമ്പോൾ അയാൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. അയാൾക്ക് മനസ്സിലാവാത്ത പലതും അയാളെ വീട്ടുകാർക്ക് മനസ്സിലാവും. അവരുടെ ഒക്കെ ചോദ്യങ്ങൾക്ക് അതേ സമയത്ത് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. 3000-4000 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രൊജക്ടർ കിട്ടും. നിങ്ങൾ വെറുതെ പോയിട്ട് ആ ഒരു വയർലെസ് പ്രൊജക്ടർ കണക്ട് ചെയ്തിട്ട് അയാളുടെ ആ വാളിലേക്ക് കൊടുത്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു നോക്ക്. ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം വലുതാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നോക്ക്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഭാഗമായിട്ട് ഇതാണ് പ്രോസ്പെക്റ്റിംഗ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. പ്രോസ്പെക്റ്റിങ്ങിന്റെ ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. എംപവറിനെ കുറിച്ച് പറഞ്ഞു, പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, പൊട്ടൻഷ്യൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കണം, ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു, നമ്മുടെ ഇംപ്രഷൻ എത്രത്തോളം നമ്മുടെ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു, ആൻഡ് പ്രോസ്പെക്റ്റിംഗ് എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു. ഇത്രയാണ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് കാണുന്നത്. ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാണ്, ഒരു കാരണവശാലും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിലേക്കുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഏറ്റവും എന്താ പറയാ കമ്മ്യൂണിറ്റിയെ ഒരു കാരണവശാലും ഒരാളെയും ആക്റ്റീവ് ആക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ആളുകളുടെ സമയവും പൈസയും നമ്മളുടെ വാല്യുബിൾ സമയവും അവരുടെ വാല്യുബിൾ സമയവും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യക്കാരാണ് കൂടുതൽ നമ്മൾ മുന്നിലുള്ളത്. നിങ്ങൾ ആ ആവശ്യക്കാരിലേക്ക് കൊടുക്കുക. അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ച് അവരുടെ കൂടെ ആ റെസ്പെക്റ്റും ആ ട്രസ്റ്റും കൊടുത്തിട്ട് നിങ്ങളെ കൂടെ കൂട്ടി കൈ പിടിച്ചിട്ട് എന്താ പറയാ ആദ്യ ദിവസങ്ങളിൽ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസന്റെ ഡബിളെങ്കിലും ഉണ്ടായി കൊടുക്കുന്ന രീതിയിലേക്ക് അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ അവർ ആ സ്ട്രോങ് ആയിട്ട് ആ ബിൽഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. ആ സിസ്റ്റം പഠിപ്പിച്ചു കൊടുത്താൽ. എത്രയാണ് പറയാനുള്ളത്? സമയം എത്ര എടുത്തെന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് 1 മണിക്കൂർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു 20 മിനിറ്റോ 25 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ ഡിസ്ക്രൈബ് ചെയ്ത് പോയപ്പം അത് അങ്ങനെയൊക്കെ ആയി. 240 ആൾക്കാരുണ്ട്. അത് കുറെ തിരക്കുള്ള ആൾക്കാർ പോയെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, എന്തായാലും 240 ആൾക്കാരുണ്ട്. ഉപയോഗപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ എഴുതി വെച്ച ആളുകൾക്കൊക്കെ പലതും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രസന്നകുമാർ ഹാൻഡ് റൈസ് ചെയ്തായിട്ട് കാണുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ബാക്ക് ടു ഷൈന മാഡം. താങ്ക് യു സോ മച്ച്.
താങ്ക് യു സോ മച്ച് അസീംദ. ഈ ഒരു പ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ സബ്ജക്റ്റ് ഒന്നല്ല അല്ലെ. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. കാരണം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസ്പെക്ടിംഗ് തന്നെയാണ്. അപ്പൊ അതൊരു ക്യാപ്സൂൾ രൂപത്തിലായിട്ട് എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ട് തന്നെ എന്തായാലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എന്താ പറയുക 100% ഉപകാരപ്രദം തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് നമ്മളുടെ പോരായ്മകൾ എന്നല്ലേ. കാരണം പല ആളുകളും ഈ ഒരു ബിസിനസ്സിൽ സ്റ്റെക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. കൊണ്ടുവന്നിട്ടും ഡ്യൂപ്ലിക്കേഷൻ നടക്കാത്തതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊരു 40% മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഡ്യൂപ്ലിക്കേഷൻ ആണ് പ്രധാനം. അതിന്റെ ഒരുപാട് പോയിന്റുകളാണ് ഇവിടെ അസീംസാർ നമുക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് നമുക്ക് കൊടുക്കാം. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാ ആളുകളും അത് നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്പെടും. എല്ലാവരും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. പ്രോസ്പെക്ടിങ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെല്ലാവരും എന്തായാലും ശ്രദ്ധിക്കാം. 9:10 ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സൺഡേ ആയിട്ട് കൂടി നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് അസീം സാറിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടേണ്ട ഒരു സെഷൻ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. എന്തായാലും 300-ൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരു ബിസിനസ് ടൂൾ എന്ന് പറയുന്നത് 7 AM ക്ലബ് ആണ്. അപ്പൊ നാളെ 7 മണിക്ക് ഇത്രയും ആളുകൾ തന്നെ എന്താ ചെയ്യുക ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാം. ഒരുപാട് കാര്യങ്ങൾ പല ആളുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതാരും മിസ് ചെയ്യരുത്. എല്ലാ ആളുകളും ആ ഒരു മീറ്റിംഗിലും കൂടി പങ്കെടുക്കുക. അപ്പോ ഒരിക്കൽ കൂടി അസീം സാറിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു എന്താ പറയാ ശുഭരാത്രി നേരുകയാണ്. താങ്ക് യു സോ മച്ച്. സൈനിങ് ഷൈനി അറിയാസ്. Thank you and good night. Bye-bye.